അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. 2 ദിവസമായിട്ട് കോളോട് കോളാണ്. എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താണ് പണം ഉണ്ടാക്കാനുള്ള ട്രിക്ക്, എന്താണ് പണം ഉണ്ടാക്കാനുള്ള ട്രിക്ക്, വേഗം പറഞ്ഞു കാട്ടി, വേഗം പറഞ്ഞു കാട്ടി. എല്ലാവരോടും പറഞ്ഞു, കുറച്ചൊന്ന് ക്ഷമിക്കുക, നിങ്ങൾ ശനിയാഴ്ച ആവാനൊന്ന് ക്ഷമിക്കി എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇതേപോലെ ആയിരിക്കും എല്ലാവരും, അല്ലെ? ഇപ്പൊ ട്രിക്ക് കിട്ടണം, ഇപ്പൊ ട്രിക്ക് കിട്ടണം, എന്താ പറയാൻ പോകുന്നത്, ആ ഒരു സാധനത്തിലല്ലേ എല്ലാവരും ഉള്ളത്. ഓക്കെ, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, അല്ലെ? എവിടെ ഒരു എത്തുമെന്ന് നോക്കാം, അല്ലെ? ബിസ്മില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണം നമുക്ക് എപ്പോഴാണ് വേണ്ടത്? ഉത്തരം എളുപ്പമാണ്. പണം എപ്പോഴാണ് വേണ്ടത്? സിമ്പിൾ ചോദ്യം. ടക്കേ നമുക്ക് ഉത്തരമുണ്ട്, ആവശ്യത്തിന്. അല്ലേ? പണം എപ്പോഴാ വേണ്ടതെന്ന് ചോദിച്ചാൽ ആരും പറയുന്ന ഉത്തരവാ, ആവശ്യത്തിന്. അല്ല, അല്ല, ആവശ്യത്തിനാണ് പണം എന്ന് നാം പറയാറുണ്ടെങ്കിലും യാഥാർത്ഥ്യം അങ്ങനല്ല. അത്യാവശ്യവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ടോ, ആ സ്റ്റേജിലെ നമുക്ക് പണം ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നാം പണത്തെ തേടാറുള്ളൂ. ശരിയോ തെറ്റോ? മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം പറയാം. നമ്മൾ പണം തേടി ഇറങ്ങുന്നത് എപ്പോഴാ? പണം തേടി ഇറങ്ങുന്നത് എപ്പോഴാണ്? ഒരു ഉദാഹരണം നോക്കൂ. നമുക്കൊരു EMI അടയ്ക്കാനുണ്ടെന്നിരിക്കട്ടെ. അത് ശരിയോ തെറ്റോ അത് മറ്റൊരു ഭാഗമാണ്. നമുക്കൊരാൾക്ക് പണം കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള സമയം നമ്മളെ തേടി കൊടുക്കാനുള്ള ആള് നമ്മുടെ വീട്ടിൽ വന്നു. എവിടെ പണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു അവധി പറയും. 2 ദിവസത്തോടെ കഴിഞ്ഞ് തരാൻ, ഇന്ന ആൾ തരാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന അടുത്ത് നിന്ന് കിട്ടാനുണ്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അടുത്ത കോള് വരും. അപ്പോൾ കൊടുക്കാതെ നിവർത്തിയില്ല, നിർവാഹമില്ല എന്ന അവസരത്തിൽ മാത്രമേ നമ്മൾ പണം തേടി ഇറങ്ങാറുള്ളൂ. ശരിയോ തെറ്റോ? ഇതാണ് ഞാൻ പറഞ്ഞത്. പണം എപ്പോഴാണ് ആവശ്യം, പണം എപ്പോഴാണ് വേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആവശ്യത്തിന് എന്നതിനേക്കാൾ ഉപരി നാം പണം തേടുന്നത് കാഷ്വാലിറ്റി ടൈമിലാണ്. കാഷ്വാലിറ്റി ടൈമിലാണ്. പ്രത്യേകിച്ച് കേരളക്കാർക്കെല്ലാം കാഷ്വാലിറ്റിയാണ്. ആലോചിച്ച് നോക്കൂ. നമുക്കെല്ലാം വേഗത്തിൽ നടക്കണം. പണം ഇപ്പൊ കിട്ടണം, പണം ഇപ്പൊ കിട്ടണം, എന്റെ പ്രശ്നം ഇപ്പൊ മാറണം, എന്റെ പ്രയാസം ഇപ്പം മാറണം, എനിക്കിപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടണം. അങ്ങനല്ലേ? നമ്മളെല്ലാം കാഷ്വാലിറ്റി സിസ്റ്റമാണ്. ഓക്കെ, ആയിക്കോട്ടെ. ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ പണത്തിലേക്കും കൊണ്ടുവരുന്നത്. ഇപ്പൊ എന്റെ പ്രശ്നം മാറണം, ഇപ്പൊ എനിക്ക് പണം കിട്ടണം. ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇങ്ങനെ നമ്മള് പണത്തെക്കുറിച്ച് നാം ഈ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ പണം വരാൻ പോകുന്നില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരിക്കലും പണം വരാൻ പോകുന്നില്ല. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ പണത്തെക്കുറിച്ച് പണം തേടുന്നതെങ്കിൽ വരില്ല. മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ കാര്യങ്ങൾ തട്ടിമുട്ടി അല്ലലും അലട്ടലും ഇല്ലാതെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നാം പണത്തെക്കുറിച്ച് ചിന്തിക്കൂ? നമ്മുടെ കാര്യങ്ങൾ മുഴുവനും ഒരു പ്രയാസം ഇല്ല, ഒരു പ്രശ്നമില്ല, ഓക്കെ, അങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്താ പണി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമോ? ഇല്ല. അപ്പോഴുണ്ട് കുറേ ഫിലോസഫികൾ നമുക്ക് പറയാം. പണം അത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കളയുന്നതാണ്, പണം അതാണ്, പണം ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ലോക ഡയലോഗ് അടിയ, അല്ലേ? അതേസമയം ഒരു ആവശ്യം ഒന്ന് നോക്കട്ടെ. പണത്തിന് വേണ്ടിയിട്ടോ കയ്യും കാലും ഇട്ട് അടിച്ച് ആറെടുക്കലൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പണം കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ സത്യത്തില് ആളുകൾക്ക് ഏറ്റവും
ഏറ്റവും ബേജാറുള്ള കാര്യം എന്താ അറിയോ? കടം കൊടുക്കല. അല്ലെ? നിങ്ങൾ തന്നെ കടം കൊടുത്തിട്ട് എത്ര ആളുകളോട് എത്ര സൗഹൃദങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. നമുക്ക് ഒരാളെ സൂപ്പറായിട്ട് നമുക്ക് ശത്രുവിനെ ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി അറിയോ? നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരു 10,000 റുപ്യ കടം കൊടുത്താൽ മതി. 10,000 റുപ്യ കടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാണ്ടല്ലോ, നമ്മൾ ഒരുമാതിരി നമ്മൾ അവന്റെ കയ്യിൽ നിന്നാണ്ട് പിടിച്ചു വാങ്ങുന്ന പോലെ നമ്മളോട് സംസാരം. നമ്മളോട് തിരിച്ചുള്ള മറുപടി എങ്ങനെ ആയിരിക്കും? നിന്റെ 10,000 റുപ്യ ഞാൻ വാങ്ങി തരാടോ, ഇനി മേലിൽ നിന്റെ അടുത്തൊന്നും ഞാൻ പൈസ കടം വാങ്ങൂല. ഡയലോഗ് അടിക്കുന്ന ഒരു കുറവും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്തിന് തരുമോ? അതുമില്ല. അപ്പോ നമുക്ക് ഏറ്റവും കൂടുതലും ശത്രുവിനെ ഉണ്ടാക്കണോ? പണം കടം കൊടുത്താൽ മാത്രം മതി. എന്നിരിക്കട്ടെ, ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു പോലും എന്നെ ഈ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പോലും ഇപ്പോൾ അത്യാവശ്യത്തിന്റെയും മുകളിൽ, നേരത്തെ ഞാൻ പറഞ്ഞ കാഷ്വാലിറ്റി സിസ്റ്റത്തിലാണ് ഇപ്പോ നിങ്ങൾ പോലും പണത്തിന്റെ വിഷയത്തിലുള്ളത്. ശരിയല്ലേ? ഓക്കെ. ഈ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് പണം നമ്മുടെ ആവശ്യത്തിനോ അത്യാവശ്യത്തിനോ നമുക്ക് വേണ്ടുവോളം ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് തിരിച്ചറിയണം. ഓക്കെ. എന്നാൽ രണ്ടാമത്തേതിലേക്ക് നമുക്ക് വരാം. ശരി ഉസ്താദെ, നിങ്ങൾ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉൾക്കൊള്ളാം. ശരി, ഓക്കെ, അത് വിട്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അതാ. ശരി, ഇനി പണം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ വാട്സാപ്പിലും നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചിട്ട് ഞങ്ങളൊക്കെ ഇത് കേൾക്കാൻ വന്നത് അതിനാണല്ലോ. ഓക്കെ, പണം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്. ഒരൊറ്റ സാധനം മതി. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. പണം നിങ്ങൾക്ക് വേണോ? പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം. നിങ്ങളുടെ പണത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. ചിന്താഗതി മാറ്റാൻ റെഡിയാണോ? എന്നാൽ ഒന്നാമത് മാറ്റേണ്ടത് എന്താ അറിയോ? പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ, പണക്കാരൻ എന്നും പണക്കാരൻ തന്നെ. ഇത് നമ്മൾ ജീവിതത്തിൽ പറയാത്തവരാ. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞവരാ? നമ്മളെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ, പണക്കാരനോ എന്നും പണക്കാരൻ. അല്ലെ? ആ ഒരു ചിന്ത ആദ്യമായിട്ട് അതുകൊണ്ട് മാറ്റിവെക്കി. ഇവിടെ പണക്കാരൻ എന്നും പണക്കാരനാണ്, പക്ഷേ പാവപ്പെട്ടവനാണ്, സാമ്പത്തികമായി കുറവുള്ളവനാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പണം നേടിയെടുക്കാൻ കഴിയുന്നത്. എപ്പോഴാണ് നാം പണം നേടിയെടുക്കുന്നത്? പണം തേടിയിറങ്ങുമ്പോൾ മാത്രമാണ്. ഒരു കാര്യം ആലോചിച്ചോ, പണം നമ്മളെ തേടി വരുമോ? പണം നമ്മളെ തേടി വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പണത്തെ തേടി നാം പോകണം. പണം തേടി നാം പോയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലാതെ പണം നമ്മളെ തേടി വരൂല. പണം നമ്മളെ തേടി വരുന്ന എന്തെങ്കിലും മന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ആ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് രാവിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ? വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഉമ്മറപ്പടിയിൽ ഒരു കൊട്ട പണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സുഖം! അയ്യവാ, അടിപൊളിയല്ലേ? അപ്പോ ആദ്യമായിട്ട് വേണ്ടതാ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറ്റാം. പാവപ്പെട്ടവനും ഉന്നതനായ പണക്കാരനാകാൻ കഴിയും. ഈ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരി. ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? എന്നാ ഞാൻ കൃത്യമായ ഉദാഹരണങ്ങളോടെ ഞാൻ വെക്കാം. നിങ്ങൾ നോക്കൂ, ഇസ്ലാം കാര്യം, ഞാൻ എല്ലാ കാര്യങ്ങളെയും ഒരു ഇസ്ലാമിക് ടച്ചോട് കൂടിയിട്ട് പറയുന്ന ഒരാളാണ്. അങ്ങനെ പറയാനാണ് എനിക്ക് ഇഷ്ടവും. ഇസ്ലാം കാര്യം 5 ഒന്ന് ഷഹാദത്ത് കലിമ. അല്ലേ? നമ്മൾ ഈ ഷഹാദത്ത് കലിമയ്ക്ക് വേണ്ടി എത്രമാത്രം പ്രാധാന്യം നൽകാറുണ്ടെന്ന് അറിയോ? നമ്മള് 5 വഖ്തും എന്നല്ല, നമ്മൾ എപ്പോ ദുആ ഇരുന്നാലും നമ്മൾ ദുആ ഇറക്കുന്നത് എന്താ? അല്ലാഹുവേ, നല്ല രൂപത്തിൽ മരിക്കുന്ന സമയത്ത്
കാമിലായ ഈമാൻ, ഷഹാദ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അല്ലേ? നമ്മൾ ഇതല്ലേ ദുആരക്കുന്നത്. രണ്ടാമത്തതോ നിസ്കാരം. നമ്മൾ എപ്പോഴും ദുആരക്കുന്നതാണ് അല്ലാഹ്. നമ്മൾ എപ്പോഴും ദുആരക്കുന്ന ഒരു ദുആയാണ് അല്ലാഹ് 5 വഖത്ത് നിസ്കാരം അദാ ആയിട്ട് ജമാഅത്തോടു കൂടി നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. അല്ലേ? മൂന്നാമത്തതോ നോമ്പാണ്. ഈ നോമ്പിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നതല്ലേ. ഇപ്പൊ നോമ്പ് മാസം വരാൻ പോകുന്നു. 60 ദിവസം മുമ്പേ നമ്മൾ ദ്വാരക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലേ? നാലാമത്തതോ സക്കാത്താണ്. അഞ്ചാമത്തത് ഹജ്ജാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ദ്വാരക്കും, അല്ലാഹുവേ എനിക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് തൗഫീക്ക് നൽകണേ അല്ലാഹ്. പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഞാൻ തന്നെ നാലാമത്തതോ സക്കാത്ത് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കിയില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എപ്പോഴെങ്കിലും അല്ലാഹുവേ എനിക്ക് 1,00,000 റുപ്പിക വേണ്ട, ഒരു 20,000 റുപ്പിക, ഒരു 25,000 റുപ്പിക, അല്ലാഹുവേ 25,000 റുപ്പിക സക്കാത്ത് കൊടുക്കുന്ന രൂപത്തിലേക്ക് എന്നെ നീ ഒന്ന് വളർത്തണേ റബ്ബേ, എപ്പോഴെങ്കിലും ദ്വാരന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ദ്വാരന്നിട്ടുണ്ടോ? നിങ്ങൾ ഖുർആൻ നോക്കൂ. ഖുർആനിൽ പറയുന്നത് എന്താ? നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാവണേ. അടിക്കടി അങ്ങനെ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ സക്കാത്ത് വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവരാകാനാണ് ഖുർആൻ പറയുന്നത്. വാങ്ങുന്നവരാകാൻ ഖുർആൻ പറയുന്നേ ഇല്ല. വാങ്ങുന്നവരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങുന്നവരാകാൻ ഒരിക്കലും ഖുർആൻ പറയുന്നില്ല. മറിച്ച് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാകണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്തേ മതിയാകൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം വേണം. എന്താണ് ഇതിന്റെ അർത്ഥം? എപ്പോഴാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മൾ സക്കാത്തിന്റെ ക്ലാസ് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ടത് കൃത്യമായ ഒരു ഫണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു 2,00,000 റുപ്പിക അല്ലെങ്കിൽ ഒരു 5,00,000 റുപ്പിക എല്ലാ ചെലവും മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഒരു 5,00,000 റുപ്പിക ഒരു വർഷം അവന്റെ കയ്യിൽ നീക്കിയിരിപ്പായിട്ട് ഉണ്ടാവണം. 5,00,000 റുപ്യ കൊണ്ട് ഒന്നും ചെയ്യാണ്ട് അത് ബാങ്കിലുണ്ടോ, അസറ്റ് ആയിട്ടുണ്ടോ? എന്നാൽ ആ 5,00,000 റുപ്പിക ഒരു കൊല്ലം ഒരു ചെലവിൽ തൊടാത്ത ഒരു 5,00,000 റുപ്പിക, ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. എന്നാൽ അതിനാണ് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,00,000 റുപ്പിക എല്ലാ സമയത്തും എടുക്കാനുള്ളതായിരിക്കണം. 10,00,000 റുപ്പിക മാറ്റി നമ്മുടെ ചെലവ് എല്ലാം കഴിച്ചിട്ട് ഒരു 10,00,000 റുപ്പിക എപ്പോഴും സേവിങ്സ് ഉണ്ടോ? 10,000 റുപ്പിക സക്കാത്ത് കൊടുക്കാൻ ഓനാണ് അർഹതപ്പെട്ടത്. നമ്മള് ദ്വാരക്കാറുണ്ടോ? ഒരു 10,000 റുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീക്ക് കൊണ്ടാ അല്ലാഹ്. നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നത് എന്താ? അല്ലാഹുവേ എന്റെ പ്രശ്നങ്ങൾ മാറ്റി തരണേ റബ്ബേ, കടാണല്ല, വീടില്ലല്ല, ഇതല്ലേ ദ്വാരക്കുന്നത്. അതേസമയോ നബിതങ്ങൾ എന്താ ദ്വാരക്കാൻ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈൻ വഖഹരി റിജാൽ. നബിതങ്ങൾ അർദ്ധരാത്രിയിലുള്ള നബിതങ്ങളുടെ പ്രാർത്ഥനകളിലെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിട്ട് പണ്ഡിത വരേണ്യന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ ഇതിന്റെ ആശയം? എന്താണെന്നറിയോ? അല്ലാഹുവേ ഐശ്വര്യ സമ്പൂർണമായ ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബിതങ്ങൾ ദ്വാരക്കുന്ന അല്ലാഹുവേ ഐശ്വര്യ സമ്പൂർണമായ ജീവിതം
നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കണം എന്നോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കടങ്ങളില്ലാത്ത സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കാനാണോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ എപ്പോ കൈ ഉയർത്തിയാലും കടം വീട്ടി തരണേ അല്ലാഹുവല്ലേ നമ്മൾ ദുആരക്കാറുള്ളൂ. അല്ലാഹുവേ എനിക്ക് 10 ലക്ഷം റുപ്പിക സക്കാത്ത് കൊടുക്കാൻ തൗഫീഖ് കൊണ്ടാ അല്ലാ ദുആരക്കാറുണ്ടോ? ഇന്നത്തെ മുതൽ ദുആരന്നോ അല്ലാഹുവേ 1 ലക്ഷം റുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ദുആരന്നോ? 1 ലക്ഷം റുപ്പിക സക്കാത്ത് കൊടുക്കേണ്ടത് ഏകദേശം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം റുപ്പിക ബാങ്ക് ബാലൻസ് ഉള്ള ആളാണ് 1 ലക്ഷം റുപ്പിക സക്കാത്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളിലേക്ക് പണത്തിന്റെ കുത്തൊഴുക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാ. എന്ന് മാത്രല്ല നമ്മൾ നോക്കൂ, ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ കടം എന്നതൊരു അഭിമാനമായിട്ടാണ് ആളുകൾ പറയുന്നത്, അല്ലേ? കടം ഒരു അഭിമാനമായി പറഞ്ഞു നടക്കുന്ന ആളുകള് എത്ര മോശത്തരാണ്. അവിടെ നിന്ന് മാറിയിട്ട് കടമില്ലാത്ത സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി ദുആരക്കാൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ദുആ ഇറന്നുകൊണ്ടിരിക്കുന്ന തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് നമ്മൾ ദുആ ഇറക്കുന്നത് കടം മാറ്റി തരണേ റബ്ബേ. ചോദിക്കല്ല. വളരെ പ്രധാനപ്പെട്ട സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കരുത് ഞാൻ കടക്കാരനാണെന്ന് കൊടുക്കരുത്. ഞാൻ കടക്കാരനാണ് എന്ന് നമ്മുടെ മൈൻഡിലേക്കോ നമ്മുടെ ബോഡിയിലേക്കോ കൊടുക്കരുത്. എന്താ കാരണം? പണം ഉണ്ടാക്കാനുള്ള വഴികൾ പറഞ്ഞു തരേണ്ടത് നമ്മുടെ മൈൻഡാണ്. പണം എങ്ങനെയൊക്കെ ഹലാലായ രൂപത്തിൽ ഉണ്ടാക്കണം, അനുവദനീയമായ മാർഗത്തിലൂടെ പണം എങ്ങനെയൊക്കെ സമ്പാദിക്കണം എന്ന് പറഞ്ഞു തരേണ്ടത് നമ്മുടെ മൈൻഡാണ്. ഈ മൈൻഡിലേക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ കൊടുക്കുന്നത് എന്താ? കടം മാറ്റിത്തരണേ അല്ലാ. ആരും കാണാത്ത സമയത്ത് അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം. അവിടെ നിന്ന് മാറണം. ഇന്ന് മുതൽ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി നോക്ക്, അള്ളാഹുവേ എനിക്ക് 10,000 റുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾ ചോദിച്ചു നോക്ക്. മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിലെടുത്ത് വിളിക്കുക. ഇൻഷാ അല്ലാ അതിനടുത്ത വഴി ഞാൻ പറഞ്ഞുതരും. സമ്പൽ സമൃദ്ധമായ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെയുള്ള ഒരു ജീവിതത്തെ വിശുദ്ധ ഇസ്ലാം വരച്ച് കാണിച്ച് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷേ ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. എന്ന് മാത്രമല്ല ഇസ്ലാമിക ഖിലാഫത്തിന്റെ കാലഘട്ടം നാം പരിശോധിച്ചാൽ കൊടുക്കേണ്ടുന്ന സക്കാത്ത് വാങ്ങാനുള്ള ആളുകൾ ഇല്ലായിരുന്നു. സക്കാത്ത് വാങ്ങാനുള്ള ആളുകൾ ആ നാട്ടിലില്ലായിരുന്നു. അത്ര ഹൈ GDP. നോക്കൂ, ഈ ഒരു സിസ്റ്റത്തെ ഇസ്ലാം വളർത്താണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ചിന്തകളെ കൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ പൂട്ടിക്കളഞ്ഞു. എനിക്ക് പൈസ കിട്ടൂല. രണ്ടാമത്തെ നമ്മുടെ ചിന്ത എന്താ അറിയോ? വലിയ പൈസക്കാരാണോ? ഏതെങ്കിലും ഉഡായിപ്പിലൂടെയാണ് ഈ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഉഡായിപ്പിലൂടെയായ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂല. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ തറച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റ്. അല്ല, സുഖസുന്ദരമായി ആളുകളെ സഹായിക്കുന്നതിലൂടെ, ആളുകളെ കണ്ണീരൊപ്പുന്നതിലൂടെ, അവരുടെ കൈക്ക് പിടിക്കുന്നതിലൂടെ തന്നെ
നമുക്ക് സാമ്പത്തികമായി ഭദ്രതയുണ്ടാക്കാൻ കഴിയും. ഒരാളെയും പറ്റിക്കാതെ, ഒരാളെയും വെട്ടിക്കാതെ, ആരോടും ചതി കാണിക്കാതെ സുന്ദരമായിട്ട് നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിയും. പല ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോ ഉസ്താദെ അതൊക്കെ കൃത്യമായിട്ട് നമുക്കത് നോക്കിപ്പോകാൻ കുറച്ച് പ്രയാസ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത ബിസിനസ് പൂട്ടി പോവില്ലേ ഉസ്താദ് എന്നാ ചോദിക്കുന്നത്. ആരാ പറഞ്ഞത്? ആരാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്വാളിറ്റിയുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയ സാധനം നിങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു 10 റുപ്യ കൂടുതലാണെങ്കിലും അവിടെ പോയാലേ നമ്മൾ സാധനം വാങ്ങൂ. കാരണം എന്താ? അത് ക്വാളിറ്റി ഉള്ള സാധനമാണ്, നല്ല വൃത്തിയുള്ള ഹൈജീനിക് ആയ സാധനമാണെന്ന് നമുക്ക് ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ 10 റുപ്യ നമുക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ പൊതുവിലുള്ള ചിന്ത എന്താ? ആളുകളുടെ ചിന്ത എന്താ? ആളുകൾക്കൊക്കെയും ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊടുത്താലും വേണ്ടിയില്ല, 10 റുപ്യ കുറച്ച് കിട്ടുന്നിടത്ത് വാങ്ങാം. ഇതാണ് വിൽക്കുന്നവരുടെ ചിന്താഗതി. എന്നാൽ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊക്കെ ഒന്ന് മാറ്റിവെക്ക്. നല്ല ഹൈജീനിക്കായ, പ്രൊഡക്റ്റീവായ, ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന സാധനങ്ങൾ നിങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളെ തേടി ആളുകൾ വരും, യാതൊരു സംശയമില്ല. നിങ്ങൾ പറയുന്ന വില നൽകി വാങ്ങാൻ ആളുകൾ റെഡിയാകും, ഒരു സംശയമില്ല. അതുകൊണ്ട് പണത്തിനോടുള്ള വിശ്വാസം, എനിക്ക് പണം ലഭിക്കും, എന്റെ ആവശ്യത്തിനും എന്റെ ആവശ്യങ്ങൾക്ക് മുഴുവനും പണം എന്റെ കയ്യിൽ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ടും എന്റെ കയ്യിൽ പണം ഉണ്ടാകും, എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ ഈ വേളയിൽ വളരെ സന്തോഷം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നവാബിന്റെ മെന്റേഴ്സിനെ മുഴുവനും ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര റുപ്പികയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ ഈ കാണുന്ന കൂട്ടത്തോട് ഞാൻ പറയാണ്, 10 ലക്ഷം റുപ്പിക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല, കഴിയില്ല. അതേസമയം ഇതേപോലെ ഒന്നിനും ഒരു വിലയുമില്ലാതെ, പൈസ ഇല്ലാതെ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന, വളരെയധികം ഞെരുങ്ങി പ്രയാസപ്പെട്ട് ജീവിച്ച ആയിരക്കണക്കിന് പെൺജന്മങ്ങൾക്ക്, സ്ത്രീ ജന്മങ്ങൾക്ക് കൈപിടിച്ച പ്രസ്ഥാനമാണ് നവാവിൻ. ആ നവാവിൻ, ഞാൻ ഒരിക്കൽ മെന്റേഴ്സിനെ ഒക്കെ ഇരുത്തിയിട്ട് ഞാൻ ചോദിച്ചു, 10 ലക്ഷം റുപ്പിക ബാങ്കിൽ ബാലൻസ് ഉള്ളവർ, നിങ്ങൾ സ്വരുക്കൂട്ടി മാറ്റിവെച്ചിരിക്കുന്നവർ ഒന്ന് കൈപൊക്കുമോ എന്ന് ചോദിച്ചു. ആളുകളുടെ എണ്ണം കുറവായിരുന്നു. 10 ലക്ഷം, പിന്നെ 7 ലക്ഷം എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴും വളരെ കുറഞ്ഞ ആളുകളാണ് കൈപൊക്കിയത്. 5 ലക്ഷം റുപ്പിക ബാലൻസ് ഉള്ള എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്റെ മുമ്പിലിരുന്ന ഏകദേശം ഒരു 90% ആളുകളും കൈപൊക്കി. 90% സ്ത്രീകളും കൈപൊക്കി. അവര് പറയാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നവാബിന്റെ തുടക്കം മുതലേ ഉള്ള ഒരു മാനേജറും വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ സന്തോഷം പറയാനുണ്ട്, എൻ്റെ മകളെ കെട്ടിക്കാനുള്ള മുഴുവൻ പൈസയും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. മകൾ ഇപ്പോൾ ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉള്ളൂ. അൽഹംദുലില്ലാ, ഒരു പ്രയാസവും ഇല്ലാതെ എൻ്റെ കുട്ടിയുടെ കല്യാണം നടത്താനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അത് തന്നത് നവാവിനാണ്. ഞാൻ ആ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിക്കലുണ്ട്, ഉംറയ്ക്ക് പോകുമ്പോഴും അതേപോലെ ഭർത്താവുമായിട്ട് സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട്. ഭർത്താക്കന്മാർക്ക് ഇപ്പൊ അങ്ങോട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കാലമാണ്. ഇതിനൊക്കെയും അവർക്ക് സാധിച്ചത്, ഒന്നാമത്തെ സ്റ്റെപ്പ്,
അവരുടെ സാമ്പത്തികമായി അവരുടെ ചിന്താഗതി മാറി. സമ്പത്തിനോടുള്ള അവരുടെ ചിന്താഗതി മാറി. എനിക്ക് സമ്പത്ത് കിട്ടും എന്ന് വിശ്വസിച്ചു. എന്ന് മാത്രമല്ല, എന്റെ അക്കൗണ്ടിൽ 6 സംഖ്യ 7 സംഖ്യ എന്റെ അക്കൗണ്ടിൽ എനിക്ക് കാണാൻ കഴിയും എന്ന് അവരുടെ ഉള്ളിൽ വിശ്വാസം വന്നു. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തുടങ്ങി, അവരുടെ ചുറ്റുപാടുകൾ മാറാൻ തുടങ്ങി. അവരുടെ പണത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിയപ്പോ പണം അവരിലേക്ക് വരാനുള്ള വഴികൾ അവരുടെ മൈൻഡ് തന്നെ തുറന്നു കൊടുത്തു. അപ്പൊ പണം നിങ്ങളിലേക്ക് കുത്തൊഴുകി വരണോ, ആഗ്രഹമുണ്ടോ? എന്നാൽ ഈ സെക്കൻഡിൽ നിങ്ങൾ പണത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം ഒന്ന് മാറ്റാം. എനിക്ക് എവിടുന്ന് ആ പണം കിട്ടാൻ എന്നുള്ള ആ ചിന്താഗതി ഒന്ന് മാറ്റാം. എന്നിട്ട് എന്ത് ചിന്തിക്കണം? എനിക്ക് പണം കിട്ടും, എനിക്ക് പണം കിട്ടും, എനിക്ക് പണം ബാലൻസ് വെച്ച് സ്വരൂപിക്കാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അണമുറിയാതെ പണത്തിന്റെ കുത്തൊഴുക്കുണ്ടാവുക തന്നെ ചെയ്യും. യാതൊരു സംശയമില്ല. ഇത് പ്രൂവ് ചെയ്തതാണെന്നേ, വെറുതെ ഇരുന്ന് തള്ളല്ല. ഇത് പ്രൂവ് ചെയ്തതാ. 1000കണക്കിന് പെണ്ണുങ്ങൾ ഇപ്പൊ ഒന്ന് മൈക്ക് കൊടുത്താൽ ഓര് പറയും ഞങ്ങൾക്ക് അങ്ങനെയാണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പണം വേണോ? പണത്തോടുള്ള വിശ്വാസം നിങ്ങൾ ആദ്യം മാറ്റണം. എന്നിട്ടോ എനിക്ക് എത്ര പണം വേണം, എനിക്ക് എത്ര പണം വേണം എന്നൊന്ന് ഫിക്സ് ചെയ്യണം. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത്? നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചു നോക്ക്, എനിക്ക് എത്ര പണം വേണ്ടെന്ന് ചോദിച്ചു നോക്ക്, ടപ്പേന്ന് ഞാൻ ഉത്തരം തരും. അല്ല, എനിക്ക് വേണ്ട പണമല്ല, എനിക്ക് കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എഴുതി വെച്ചോ, 1,00,000 കോടി റുപ്യയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. കാരണം എനിക്ക് അത്രയും വേണം. അതെന്തിനെന്നുള്ളത് മറ്റുള്ള കാര്യമാണ്. കാരണം ഇവിടെ എനിക്ക് എത്ര വേണം, നിങ്ങൾക്ക് 1000 ആണോ വേണ്ടത്, എന്നാൽ അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് തുറക്കുള്ളൂ. നിങ്ങൾക്ക് 10,000 ആണോ വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് തുറക്കുള്ളൂ. നിങ്ങൾക്ക് 1,00,000 ആണോ വേണ്ടത്, എന്നാൽ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ മൈൻഡ് തുറന്നു വരും. നിങ്ങൾക്ക് 10,00,000 ആണോ വേണ്ടത്, അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് തുറന്നു വരും. അപ്പോ എത്ര വേണം എന്നത് കൃത്യമാക്കാൻ നിങ്ങൾക്ക് കഴിയോ, എന്നാൽ നിങ്ങളുടെ മൈൻഡ് അതിനനുസരിച്ച് വിശാലമായി തരും. പണം എന്ന് പറയുന്നത് ഒരു കടല് പോലെയാണ്. പണം എന്ന് പറയുന്നത് ഒരു കടല് പോലെയാണ്, വിശാല വിസ്തൃതമായ ഒരു കടല് പോലെയാണ് പണമുള്ളത്. ആ പണക്കടലിലേക്ക് നിങ്ങൾ ഒരു ചെറിയ കപ്പുമായി പോയാൽ അത് നിറച്ച് വെള്ളമായിട്ട് വരാൻ പറ്റും. ഒരു ബക്കറ്റുമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ ബക്കറ്റ് നിറച്ച് നിങ്ങൾക്ക് വെള്ളമായിട്ട് വരാൻ പറ്റും. ഒരു ടാങ്കുമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ ടാങ്ക് നിറച്ച് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റും. ഒരു ടാങ്കർ ലോറിയിൽ ഒരു പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നിറച്ച് വെള്ളം കിട്ടും. പക്ഷെ തേടി ഇറങ്ങണം, നിങ്ങളെ തേടി വരൂല. പണം തേടി ഇറങ്ങണം. എപ്പോഴാ തേടി ഇറങ്ങണമെന്നറിയോ? മൂർധന്യതയിൽ നിൽക്കുമ്പോഴല്ല, കാഷ്വാലിറ്റി സിറ്റുവേഷനിലല്ല നാം പണം തേടി ഇറങ്ങേണ്ടത്. നമുക്ക് വരാൻ പോകുന്ന ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം പണം തേടി ഇറങ്ങുന്നുണ്ടോ, 100% എഴുതി വെച്ചോ, നിങ്ങൾക്ക് ആവശ്യമുള്ള പണം പ്രപഞ്ചനാഥൻ അല്ലാഹു തആല നിങ്ങളുടെ കൈകളിലേക്ക് തരാനുള്ള മുഴുവൻ വഴികളെയും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. ഒരു സംശയമില്ല.
എത്ര വേണം നിങ്ങൾക്ക്? ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഒരു ആവേശം മൂത്തിട്ട് എനിക്ക് എല്ലാ മാസവും 1,00,000 റുപ്യ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ആവശ്യവും തിരിച്ചറിയണം പ്രകൃതിക്ക്. ഇയാൾക്ക് ഇത് ആവശ്യമാണ്, ഇയാൾക്ക് ഈ പറഞ്ഞ സംഖ്യ കിട്ടൽ നിർബന്ധമാണ് എന്ന് ഇയാളുടെ ചുറ്റുഭാഗത്തും തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ സറൗണ്ടിങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഓപ്ഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുതരും. 1 ഇന്നത് ചെയ്യുക, 2 ഇന്ന രൂപത്തിൽ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഓരോന്ന് വെച്ച് തരും. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പണക്കാരായ ആളുകളുടെ കഥകൾ പറഞ്ഞിരിക്കാനാണ് നമുക്കിഷ്ടം. യൂസുഫ് അലി സാറിനെ പോലെ, അതേപോലെ പണക്കാരായ ആളുകളുടെ കഥകൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണ്. അതേസമയം അവര് കടന്നു വന്ന വഴികളെ കുറിച്ച് ചിന്തിക്കാനോ, അവര് ഈ നിലയിലേക്ക് എത്താനെടുത്ത എഫേർട്ടിനെ കുറിച്ച് ചിന്തിക്കാനോ, അവര് നേടിയെടുക്കാൻ വേണ്ടി ചിലവഴിച്ച ത്യാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ നാം റെഡി അല്ല. നമുക്ക് സ്ക്രീനിന് പിറകിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്തേ ഉള്ളൂ? പണം ഇപ്പോൾ വേണം. കാഷ്വാലിറ്റി സിറ്റുവേഷനാ, അത് മാറ്റി വെക്കാതെ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകില്ല. കാഷ്വാലിറ്റി. അപ്പൊ ഒന്നാമത്തെ എന്താ? നിങ്ങളുടെ കയ്യിൽ പണം കുത്തൊഴുകണോ? നിങ്ങളുടെ കയ്യിൽ പണം കുത്തൊഴുകണോ? പണത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ വിശ്വാസം മാറണം. 2, പണത്തെ തേടി ഇറങ്ങണം. കാഷ്വാലിറ്റി സിറ്റുവേഷനിൽ അല്ല, ആവശ്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ പണത്തെ തേടി ഇറങ്ങണം. 3, എത്ര വേണം? നിങ്ങൾക്ക് എത്ര വേണം എന്ന കൃത്യമായി നിങ്ങൾക്കൊരു ഉത്തരമുണ്ടാകണം. വെറുതെ 1,00,000 ഒന്നും അങ്ങോട്ട് എഴുതി വെച്ചാൽ പറ്റൂല. വെറുതെ 1,00,000 എന്ന് എഴുതി വെച്ചാൽ പറ്റൂല. മൈൻഡ് ഇങ്ങോട്ട്, നിങ്ങൾ നോക്ക്, 10,000 എന്ന് എഴുതി വെച്ചാൽ മൈൻഡ് ഇങ്ങോട്ട് ചോദിക്കും, നിനക്കെന്തിനായി 10,000? നിനക്കെന്തിനായി 10,000? ഉത്തരം കൊടുക്കാൻ ഇടയിൽ ഉണ്ടാവണം. 1,00,000 റുപ്യ വേണം എന്ന് നിങ്ങൾ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് കേട്ടപ്പോ ഒരു ആവേശത്തിന്റെ പുറത്ത് ഉസ്താദിന് 1,00,000 കോടി വേണമെന്നല്ലേ പറഞ്ഞത്, എന്നാ എനിക്കിരിക്കട്ടെ ഒരു 10,00,000 റുപ്യ, അല്ലെ 1 കോടി റുപ്യ എനിക്കിരിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തൊട്ടടുത്ത സെക്കൻഡ് നിങ്ങളോട് മൈൻഡ് ചോദിക്കും, എന്തിനാണ് നിനക്ക് ഈ 1 കോടി റുപ്യ? അതിനും ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിനും ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോ എത്ര വേണം എന്നത് മാത്രമല്ല പ്രധാനം, എന്തിനു വേണം. എത്ര വേണം എന്നതല്ല പ്രധാനം, എന്തിനു വേണം ആ പൈസ, അതും പ്രധാന. മനസ്സിലായോ? അപ്പൊ വെറുതെ എന്ത് ചെയ്യരുത്, എനിക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞ് ഒരുമാതിരി എന്നാ കിടക്കട്ടെ ലോട്ടറി എന്നും പറഞ്ഞിട്ട് അതെടുക്കുന്നത് പോലെ അല്ല. പണം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. ഇന്ന് എല്ലാം പണത്തിന്റെ മുകളില. എന്ത് കാര്യം പറഞ്ഞാലുണ്ടല്ലോ, പണം ഇല്ലേ ഒന്നും നടക്കൂല. പണം ഇല്ലേ ഒരു സംഗതി നടക്കൂല ഈ ലോകത്ത്. പണത്തിന് പണം തന്നെ വേണം. അപ്പോ എന്തിനാണ് നിനക്ക് ഇത്രയും വേണ്ടത് എന്ന ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്തിനാണ് നിനക്ക് ഇത്രയും പണം ആവശ്യം? അപ്പൊ നമുക്കിപ്പോ എണ്ണാനുള്ള എത്ര കാര്യങ്ങളേ ഉള്ളൂ എന്നറിയോ? എന്തിനാ പണം വേണ്ടേന്നോ? എന്ത് ചോദ്യം ഇത്? വീട്ടിലെ കാര്യം നടക്കണ്ടേ? പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? ഇങ്ങനെ എണ്ണ നമുക്കിടയിൽ ആകെ 4 കാര്യമുള്ളൂ. അപ്പോ കുറച്ച് നിങ്ങൾ സ്വകാര്യമായിട്ട് ഇരുന്നൊന്ന് കണക്കൂട്ടി നോക്കി. അപ്പോ ഇതിനാകെ ഇത്ര റുപ്യല്ലേ വേണ്ടതുള്ളൂ. നോക്കൂ, എന്തുകൊണ്ടാണ് പണം നമ്മളിലേക്ക് കുത്തൊഴുകാത്തത് എന്നതിന്റെ പ്രധാന റീസൺ, എന്തിനാണ് പണം എനിക്ക് എന്നതിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാവരും പറയുന്ന ഉത്തരങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ഉത്തരങ്ങൾ ജനുവിനല്ല.
നമുക്ക് എന്തിനാണ് പണം എന്ന നമ്മുടെ ഉത്തരങ്ങൾ ജെനുവിൻ അല്ലേ അല്ല. കുറെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, എന്നാ പണം വരൂല. ജെനുവിനായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പണം വേണ്ടത് എന്ന് നിങ്ങളുടെ മൈൻഡ് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തരാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ മൈൻഡിനുണ്ട്, യാതൊരു സംശയമില്ല. എന്താ വേണ്ടത്? പണത്തിനു വേണ്ടിയിട്ടോ പണത്തിനോടുള്ള മെന്റാലിറ്റി മാറ്റലാണ് ഇപ്പൊ പ്രധാനപ്പെട്ടത് വേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശരി ഉസ്താദെ, എനിക്ക് പണം ഇന്നതിനാണ് ആവശ്യം എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പണം നാം വാങ്ങുന്നതാണ്. പണം നാം വാങ്ങുന്നതാണ്. പണം നാം വാങ്ങുന്നതാണ്. എന്തു കൊടുത്തിട്ടാണ് നാം വാങ്ങുന്നത്? ലോകത്ത് പണം കിട്ടുന്നത് നിങ്ങളുടെ സമയം കൊടുത്തിട്ടേ പണം കിട്ടൂ, അല്ലാണ്ട് പണം കിട്ടൂല. നിങ്ങളുടെ സമയം കൊടുത്തിട്ടേ പണം കിട്ടൂ, അല്ലാതെ പണം കിട്ടില്ല. കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടോ? കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് പണം വാങ്ങാൻ കഴിയും. വെറുതെ പറ്റൂല. വെറുതെ നിങ്ങൾ നോക്കിക്കോ, പണം കിട്ടുന്നു, വെറുതെ ഇരുന്നാ മതി പണം കിട്ടും എന്ന് പറയുന്ന എന്തൊക്കെ പരിപാടികളുണ്ടോ അതൊക്കെയും തരികിടകളാണ്. വെറുതെ ഇരുന്നാ മതി പണം കിട്ടും എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സമയം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് പണിയെടുക്കാതെ നമ്മുടെ സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാതെ പണം കിട്ടൂല. നമ്മുടെ സമയത്തെ യൂട്ടിലൈസ് ചെയ്യാതെ പണം കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല. സമയം ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ അതിന് തയ്യാറാണോ? നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ, നിങ്ങളുടെ സമയത്തെ ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് പണം കിട്ടും എന്ന് ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു വഴി നവാവിലുണ്ട്. നിങ്ങൾ സമയത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ലിനെ ഷാർപ്പൻ ചെയ്യാനും മൂർച്ച കൂട്ടാനും തേച്ചുമിനുക്കാനും നിങ്ങൾ തയ്യാറാണോ? എന്നാൽ പണം സത്യസന്ധമായിട്ട് യാതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ലാതെ കൃത്യമായി പണം നിങ്ങളുടെ കൈകളിലേക്ക് വരാനുള്ള വഴികൾ നവാവിനിലുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടു കൂടി ഈ സമയത്ത് പറയാം, കഴിഞ്ഞ 7 കൊല്ലമായി ആയിരക്കണക്കിന് സ്ത്രീ ജന്മങ്ങൾക്ക്, ആയിരക്കണക്കിന് സ്ത്രീകളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നവാവിൻ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന സന്തോഷം ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടോ ഈ വേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം അല്ല വേറെ ഏത് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിൽക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിൽക്കാൻ തയ്യാറാകണം. എങ്ങനെ വിൽക്കുക? നിങ്ങളുടെ കഴിവുകളെയാണ് നിങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിൽക്കണം. അപ്പോ നമ്മുടെ കഴിവുകൾ ആളുകൾക്ക് ആവശ്യമുള്ളതായി മാറണം. എന്നാൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. നമ്മുടെ കഴിവ്, നമുക്ക് ഇന്ന കഴിവുകൾ ഉണ്ട് എന്ന് ആര് തിരിച്ചറിയണം? ആളുകൾ തിരിച്ചറിഞ്ഞാലേ പൈസ നൽകി വാങ്ങാൻ അവർ തയ്യാറാവുള്ളൂ, അല്ലെങ്കിൽ അവർ വാങ്ങൂല. അപ്പോ നമുക്ക് പൈസ കിട്ടാൻ നമ്മുടെ കഴിവുകളെ നാം നൽകാൻ തയ്യാറാകണം.
ആ കഴിവുണ്ട് എന്ന് ആളുകൾക്ക് തിരിച്ചറിയുക കൂടി വേണം. എന്നാലേ ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുള്ളൂവേ, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യേയില്ല. ഇവിടെ നിർഭാഗ്യവശാൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതിനെ പ്രാക്ടീസ് ചെയ്ത് പ്രൊഫഷണലിസത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിലെ എക്സ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സാമ്പത്തിക ഭദ്രത, ഫിനാൻഷ്യൽ ഫ്രീഡം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ 20 കാരണങ്ങളാണ് കണ്ടെത്തിയത്. അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് നാം പ്രൊഫഷണലിസത്തിന് വേണ്ടിയിട്ട് നാം സമയം ചെലവഴിക്കാറില്ല. പ്രൊഫഷണലിസത്തിന് വേണ്ടി സമയമോ പണമോ നാം ചെലവഴിക്കാറില്ല. നമുക്ക് ഇപ്പൊ പണം കിട്ടണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാഷ്വാലിറ്റി സിസ്റ്റം, ഇപ്പൊ പണം കിട്ടണം, ഇതാണ് നമ്മുടെ ചിന്താഗതി. അപ്പൊ ഒരു കുട്ടി ഇങ്ങോട്ട് പഠിച്ചിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ 25-27 വയസ്സ് കഴിഞ്ഞാൽ ഓനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓനെ ഗൾഫിലേക്ക് കയറ്റും. ഇവിടെ നിന്നാൽ പൈസ കുറവാ, വേഗം കയറിക്കോ, അവിടെ നിന്നാൽ 50,000. എന്നാൽ നമ്മൾ പോലും നമ്മുടെ കയ്യിലുള്ള കഴിവുകളെ ഒരു പ്രൊഫഷണലിസത്തിലേക്ക്, നമ്മുടെ കഴിവുകളെ ഒരു നിപുണമായ കഴിവിലേക്ക് എത്തിക്കുന്നിടത്തേക്ക് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. യാഥാർത്ഥ്യമല്ലേ? നമുക്കുള്ള കഴിവുകളെ അതിന്റെ നൈപുണ്യതയിലേക്ക് എത്തിച്ചാലല്ലേ ആളുകൾക്ക് ആവശ്യമുള്ളൂ, അല്ലേ? അല്ലാത്തടത്ത് ആളുകൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ നമ്മുടെ കഴിവുകളെയാണോ നിങ്ങൾ വിൽക്കാൻ നിൽക്കുന്നത്? എന്നാൽ ആ കഴിവുകൾ നൈപുണ്യമുള്ള കഴിവുകളാവണം, നിപുണത ഉണ്ടായിരിക്കണം ആ വിഷയത്തിൽ. മനസ്സിലായോ? ഓക്കെ. അപ്പോ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വിൽക്കാം, നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് വിൽക്കാം. ഇത് വിറ്റിട്ട് വേണം നിങ്ങൾ പൈസ വാങ്ങേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് പൈസ കിട്ടുകയേ ഇല്ല. അപ്പോ ചുരുക്കി പറയാണ്, നിങ്ങൾ പണത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറണം. എത്ര പണം എന്തിനു വേണം എന്ന കൃത്യമായ ഉത്തരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. പോരാ, ഈ പണം ലഭിക്കാനുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എന്നിലുള്ളത് എന്ന് തിരിച്ചറിയണം. വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പോരാ. ഈ പൈസ കിട്ടാൻ നിന്നിൽ എന്താ ഉള്ളത്? നിന്നിൽ എന്ത് കഴിവാ ഉള്ളത് എന്ന് പറഞ്ഞേരി. ആ കഴിവിൽ നിപുണയാണോ? ആ കഴിവിൽ എനിക്ക് പ്രാവീണ്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് ഇടപെടാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, പണം കുത്തൊഴുകി വരും, ഒരു സംശയമില്ല, വരികേ വരും. ഒറ്റ കാര്യം, പണത്തോടുള്ള ചിന്താഗതി മാറ്റുക. എനിക്കും പണം കിട്ടും എന്ന് വിശ്വസിക്കുക. എന്റെ ആവശ്യത്തിനെന്നല്ല, എനിക്ക് സമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകും എന്നുറച്ചു വിശ്വസിക്കുക. എന്റെ അക്കൗണ്ടിലും ഏഴക്ക സംഖ്യ എനിക്ക് കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ആദ്യം പ്രപഞ്ചനാഥൻ നമ്മൾക്ക് സുന്ദരമായ വിശാലമായ സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.